നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ആമുഖമായി തന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. കാരണം റെഗുലറായി നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഉള്ള ഒരു സന്തോഷ വാർത്ത, എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത. എന്താണോ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുന്നു. വി ഹാവ് 2000+ സബ്സ്ക്രൈബേഴ്സ് റൈറ്റ് നൗ. അപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് വലിയ ഒരു കല്യാണ ഓഡിറ്റോറിയം നിറയെ ആളിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. കാരണം 2000 പേര് ഒരുമിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാകും, അതാണ് ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ. എന്തായിരുന്നാലും അതിൽ നിങ്ങളും ഭാഗമാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അതിൽ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ആ അഭിനന്ദനം ഞാൻ ഷെയർ ചെയ്യുകയാണ്. എനിവേ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് 1ാം ക്ലാസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉള്ളൊരു വിഷയം, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ അടുത്ത വർഷം 2026 മുതലുള്ള പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1ാം ക്ലാസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഒരു തീരുമാനം ഏകദേശം അതിൻ്റെ ഫൈനൽ നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 2026 ജൂണിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾക്കെല്ലാം 6 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന, ഒരു നിഷ്കർഷ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 2026 ജൂൺ മാസത്തെ അഡ്മിഷൻ, അതിലെ 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അത് 6 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് മാത്രമേ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ഉള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. 2025, അതായത് ജൂൺ, ഇപ്പം ഏപ്രിൽ മാസമാണല്ലോ, മാർച്ച് ഏപ്രിൽ മാസമാണല്ലോ. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യും കഴിഞ്ഞ് വരുന്ന ജൂണിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. 2026 ജൂണിൽ പ്രവേശനം നേടുന്ന കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് എത്തണമെങ്കിൽ, 1ാം ക്ലാസ് അഡ്മിഷൻ അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് 6 വയസ്സ് ജൂണിൽ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിന് വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി UKG ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ UKG ഈ വർഷം കയറാൻ പോകുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ LKG അഡ്മിഷൻ ഈ വർഷം ഇപ്പോൾ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക്, ഇവർക്കൊക്കെ പ്രശ്നം വരാം. കാരണം 26 ജൂണിൽ അവർക്ക് 6 വയസ്സ് എത്തിയിട്ടില്ല എങ്കിൽ കുട്ടികൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഒന്നുകിൽ 2 വർഷം UKG അവർ തള്ളി നീക്കേണ്ടി വരും, അതല്ല എങ്കിൽ വെയിറ്റ് ചെയ്ത് പിന്നെ 1ാം ക്ലാസ്സിൽ 1 വർഷം ചേരേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാം മാതാപിതാക്കൾക്കും ഒരു സ്ട്രഗിളാണ്, കുട്ടികൾക്കും ഒരു സ്ട്രഗിളാണ്. പക്ഷേ ഇതൊരു നിയമമായി വന്നു കഴിഞ്ഞാൽ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. 2026 ജൂണിൽ കൃത്യമായി 6 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ അവർക്ക് 1ാം ക്ലാസ് അഡ്മിഷൻ നടക്കുകയില്ല. അപ്പോൾ ഇതിനകത്ത് പല മാർഗ്ഗരേഖകൾ ഉണ്ട്. അതായത് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ 2022 തന്നെ വ്യക്തമായി ഈ മാനദണ്ഡം അവർ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ കേരളം വാദിച്ചിരുന്നത് അങ്ങനെയല്ല, കേരളത്തിൽ അത് പ്രശ്നമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് വാദിച്ചിരുന്നത്. 5 വയസ്സിൽ 1ാം ക്ലാസ്സിലെ അഡ്മിഷൻ നടത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാദിച്ചിരുന്നത്. പക്ഷേ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇത് നടപ്പിലാകാൻ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2022 മുതൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റേഷനിലാകുമെന്നും ഉള്ള വിവരം പലപ്പോഴും LKG UKG അഡ്മിഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത മാതാപിതാക്കളെ സ്കൂളുകളോ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പോ ഇൻഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതറിയാതെ ചേർന്ന കുട്ടികൾക്ക് UKG ഒരുപക്ഷെ 2 വർഷം ചിലവഴിക്കേണ്ടി വരും, ഏജിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുള്ളവർക്ക് മാത്രം. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ വിവരത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം LKG അഡ്മിഷൻ എടുക്കുന്നവർക്ക് പക്ഷേ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. പ്രായം 1ാം ക്ലാസ്സിലെത്തുമ്പോൾ 6 വയസ്സാകുന്നില്ല എന്ന് സംശയമുള്ള കുട്ടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വേരിയേഷൻ നമുക്കുണ്ട് എങ്കിൽ ഒരു പ്ലേ സ്കൂളിലൊക്കെ വിട്ട് അതനുസരിച്ച് മാത്രം LKG അഡ്മിഷൻ എടുക്കുക. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിൻ്റെ അല്ല, ഒരു 2ാം ക്ലാസ്സിൽ UKG അഡ്മിഷൻ, LKG അഡ്മിഷൻ എടുത്ത് UKG എത്തിക്കഴിഞ്ഞ് അവിടുന്ന് എല്ലാ കുട്ടികളും ആ ബാച്ചിലുള്ളവരെ 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം അത് സാധിക്കാതെ വരികയും അവർ UKG തന്നെ തുടരുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു വൈകാരികമായൊരു പ്രശ്നം കൂടെയുണ്ട്, ഒരു ഇമോഷണൽ പ്രോബ്ലം കൂടെയുണ്ട്. പേരൻസിന് ഒരുപക്ഷെ ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാകാം, അതിന് പിന്നെ വലിയ ഗൗനിക്കേണ്ട കാര്യമില്ല, പേരൻസിന് അത് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നവരാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല. ചെറിയ കുട്ടികൾക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാം.
തോന്നാം. എന്തുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെല്ലാം 1-ാം ക്ലാസ്സിൽ പോയപ്പോഴും ഞാൻ UKGയിൽ തന്നെ ഇരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടി അതനുസരിച്ച് മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യണം. ആരാണ് ഇപ്പോൾ തന്നെ LKGയിൽ അഡ്മിഷൻ ഈ 2025 ജൂണിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ ഓർക്കുക, 1-ാം ക്ലാസ്സിലെ പ്രവേശനത്തിൻ്റെ സമയമാകുമ്പോൾ, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് 2 വർഷം മുന്നിലെത്തുമ്പോൾ അവർക്ക് 6 വയസ്സാകുമോ കുട്ടി 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, എങ്കിൽ മാത്രം അവരെ LKG അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി 1-ാം ക്ലാസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്തേക്ക്, അതായത് 2026-27 കാലസമയമാകുമ്പോൾ ഉറപ്പായും ഈ നിയമം നടപ്പിലാവും. 6 വയസ്സില്ലെങ്കിൽ അവർക്ക് അവിടെ ചേരാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധയിലിരിക്കട്ടെ. എൻ്റെ വീഡിയോ ഒരെണ്ണം ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. CBSEയുടെ പുതിയ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.